ഡ്രമാറ്റിക് ചേഞ്ച്, വിചിത്രമായ മാറ്റം. നേരത്തെ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഈസ് ദാറ്റ് അനേക മക്കൾക്ക് വേണ്ടി ഒരു വലിയ മാറ്റം, വിചിത്രമായത്, ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്നത് നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള ട്രംപറ്റ് കോളാണിത്. നമ്മൾ വിചാരിക്കും ജോലിയില്ലാത്ത പല കുടുംബങ്ങളെ എനിക്കറിയാം, വലിയ ബുദ്ധി ജ്ഞാനം എന്നുള്ള കുഞ്ഞുങ്ങളല്ല, പക്ഷെ അവരുടെ കഴിവിനുള്ള ജോലി കൊടുത്താൽ മതി. നമ്മളിപ്പം സാധാരണക്കാരെ ബുദ്ധിയുള്ള പിള്ളേരെ പിടിച്ച് അസ്ട്രോനോട്ടാക്കി പഠിപ്പിക്കത്തില്ല, അവരെ മൂണിപ്പോകാനൊന്നും അവരെ പഠിപ്പിക്കത്തില്ല. സാധാരണ ബുദ്ധി ഓർമ്മയുള്ള ശക്തിയെ കൊണ്ടൊരു ഡോക്ടറാകാൻ പഠിപ്പിക്കത്തില്ല. പക്ഷെ സാധാരണ ബുദ്ധിയുള്ളവരെ പഠിപ്പിക്കാൻ ചെറിയ കോഴ്സുകളുണ്ട്, അത് പഠിപ്പിക്കണം. പിന്നെ അല്പമായ ബുദ്ധിയുള്ളവരുണ്ട്, അവർക്ക് ചെയ്യാവുന്ന വേറെ എത്ര ബുക്ക് ബൈൻഡിങ്, പിന്നെ ലൈബ്രറിയിൽ ജോലി, അങ്ങനെ പല ജോലികൾ അവർക്കുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് സംഗീതത്തിന് കഴിവുള്ളവരുണ്ട്. അപ്പം നമ്മൾ ചില ഡ്രമാറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ മകന് അവൻ്റെ താലന്തിനനുസരിച്ചുള്ള ജോലി ദൈവം തമ്പുരാൻ കൊണ്ടു കൊടുക്കണം. അത് നമ്മൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിടത്താണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പം കർത്താവ് പറയാണ്, എന്നെ വിളിക്ക്. അപ്പോൾ അനേകർ പ്രയാസങ്ങൾ വന്ന് പ്രാർത്ഥനിക്കാൻ പറയുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കും, ദൈവം എങ്ങനെയാണ് ഇവർക്കൊരു വിടുതൽ കൊടുക്കുന്നത്? നമുക്ക് തന്നെ ചെയ്യാനൊക്കത്തില്ല. പക്ഷേ വി ക്യാൻ മേക്ക് ദ ട്രംപറ്റ് കോൾ. ദൈവത്തിനോട് പറയാം, നമ്മൾ നിൻ്റെ മുമ്പിൽ വന്ന് കാഹളമൂതുകയാണ്, നിന്നോട് ഉണർത്തിക്കുകയാണ്. അത് നെഹമ്യാവ് വന്നില്ലേ, നെഹമ്യാവ് രാജാവിന് വീഞ്ഞ് ഒഴിച്ചുകൊണ്ട് കൊടുത്തിരിക്കുക. അപ്പം നെഹമ്യാവ് മുന്നേ വന്നിരിക്കുമ്പോൾ രാജാവ് ചോദിക്കുന്നത്, എന്താ നിൻ്റെ മുഖം ഇങ്ങനെ മ്ലാനമായിട്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു, എന്ത് പറയാം, രാജാവിന് മുമ്പിൽ മ്ലാനമായിട്ട് നിന്ന് അവൻ്റെ തല പോണ്ടിതാണ്. പക്ഷേ അന്ന് ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ദേശം, എൻ്റെ യെരുശലേം നഗരം, അവിടെ മതിലുകളെല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ്, അതപ്പടി ദരിദ്രാവസ്ഥയിലാണ്, പ്രയാസത്തിന്. അപ്പോൾ പറഞ്ഞു, രാജാവിന് പ്രീതി തോന്നി വേണ്ടതെല്ലാം കൊടുക്കുന്ന ഒരു ഡ്രമാറ്റിക് ചേഞ്ചാണ്. കാരണം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല രാജാവ് ചോദിക്കുമെന്ന്. ചോദിച്ചു, ഉടനടി ഉത്തരം കൊടുത്തു. പിന്നെ അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. അതാണ് നെഹമ്യാവിൻ്റെ ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഈ സങ്കീർത്തനം 126 പറയുന്നുണ്ട്, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവർ. അതായത് ദൈവമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെ നമ്മുടെ ഒരു സാഹചര്യത്തിന് വിടുതൽ വരുത്തുന്നത് എങ്കിൽ അത് സ്വപ്നം കാണുന്ന പോലെയാണ്. ഞാൻ ഉദ്ദേശിച്ചതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ചെയ്യുന്ന ഒരു ദൈവമാണ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അത് അനുഭവിച്ചറിയുന്നവർക്ക് ഇത് ഇപ്പം ഞാൻ ഈ പ്രയർ ഗ്രൂപ്പ് നടത്തുമ്പോൾ എനിക്കറിയാം, ഇങ്ങനെയുള്ള അനുഭവമുള്ളവർക്ക് സാക്ഷ്യം പറയാൻ വലിയ സന്തോഷമാണ്. 1, 2, 3 സാക്ഷ്യമെങ്കിലും ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ എപ്പോഴും ഓരോരുത്തർ പറയും, ആ ദൈവം ചെയ്ത നന്മ. അത് കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം 7 ഇരട്ടിയായിട്ടാണ് വർദ്ധിക്കുന്നത്. ഒരിക്കലെങ്കിലും സത്യം പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരിക്കൽ കൂടുമ്പോൾ എല്ലാ ദിവസവും നന്മ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുത് പറയുന്നില്ലെങ്കിലും ഡ്രമാറ്റിക്കായിട്ടുള്ളത് പറയുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നടക്കത്തില്ല, അത് നടക്കട്ടെ. നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ നേടിയെടുക്കണം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. കർത്താവ് പറയുകയാണ്. അപ്പോൾ നമുക്ക് മടക്കി വരുത്തുമ്പോൾ നമ്മളെ ദൈവം മടക്കി വരുത്താൻ ഒരു വചനം അയക്കണം. അപ്പം നമ്മൾ നോക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും ഈ ഡ്രമാറ്റിക് ചേഞ്ച് വരേണ്ടത് പെട്ടെന്നുള്ളൊരു ചേഞ്ച്, ഒരിക്കലും നടക്കാതെ. അതിലൊരു എക്സാമ്പിളാണ് റെഡ് സീ പാർട്ട് ചെയ്ത്. അതായത് ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദർ ഇസ് നോ ഹോപ്പ്. ഒരു തരത്തിലും ഈ നദി, ഈ കടൽ മുറിഞ്ഞ് 2ആയിട്ട് പുറത്ത് പോകുന്നവരാരും ചിന്തിച്ചിട്ടില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ തക്ക സമയത്ത് ദൈവം മോശമുണ്ട്, മതി, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി എന്ത്, അത് നീട്ടാൻ പറഞ്ഞു, സ്റ്റാഫ്. അത് നീട്ടിയ ഉടനെ ചെങ്കടൽ 2ആയിട്ട് ഉപയോഗിച്ചു, അവരെല്ലാവരും കരയ്ക്ക്, ഉണങ്ങിയ നിലത്ത്. അതൊരു ഡ്രമാറ്റിക് ചേഞ്ചാണ്. ഇത് 10 കമാൻഡ്മെൻറ്റ്സ്, 10 കൽപ്പനയുടെ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ആ മോശ ആ ജനതകളെ മുഴുവനും കൂടെ ആ റെഡ് സീ അങ്ങോട്ട് പാർട്ടി ഏൽപ്പിച്ചിട്ട് അവരെല്ലാവരും കൂടെ സന്തോഷത്തോടെ ഉണങ്ങിയ നിലത്തൂടെ അവരുടെ പാണ്ടക്കെട്ടും സകലതും കൂടെ വലിച്ചു കെട്ടിക്കൊണ്ട് ഇതിലൂടെ പോകുന്ന ഒരു പോക്ക്, എന്തൊരു ഭംഗിയല്ലേ. ദാറ്റ്സ് കോൾഡ് എ ഡ്രമാറ്റിക് ചേഞ്ച്. ഒരിക്കലും അവർ വിചാരിച്ചില്ല ഈ വെള്ളം മുറിഞ്ഞു മാറുമെന്ന്. ഞാനത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിൽ ഒരിക്കലും മാറത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന വികട ബുദ്ധിയെ അധികാരമുള്ള യേശുനാഥിൽ വെട്ടിമാറ്റുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യണം. അങ്ങനെ സംഭവിക്കുകയാണ്.
അതാണിത്. ദിസ് ഈസ് കോൾഡ് ട്രംപറ്റ് കോൾ. 2024 അനേക കുടുംബങ്ങൾക്ക് വിടുതലിൻ്റെ വർഷമാണ്, ദൈവമാണ്. കർത്താവിനോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഇതാണ്, യെശയ്യാ 40. എൻ്റെ ജനത്തെ വല്ലവരുടെ അല്ല, എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, അവരുടെ യുദ്ധസേവ കഴിഞ്ഞിരിക്കുന്നു, അവരുടെ കഷ്ടകാലം തീർന്നിരിക്കുന്നു, അവരുടെ പാപത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇന്ന് മുതൽ ഞാൻ അവർക്കൊരു അനുഗ്രഹം അയച്ചിരിക്കുന്നു. വാങ്ങിച്ചെടുക്ക്, ദൈവം എനിക്കുള്ള ദൂതാന്നും പറഞ്ഞ് എടുക്ക്. പലപ്പം നമ്മൾ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിപ്പം കർത്താവെന്ന ഉത്തരം ഇതാണ്. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവ് എന്നും സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഈ കർത്താവ് നമ്മളോട് തിരിച്ചൊരു ഏതെങ്കിലും വാക്യത്തിൽ കൂടെ ഒരു വേടി കൂടെ പറഞ്ഞ് എനിക്കുണ്ടാകുന്ന സന്തോഷം, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പം വലിയ ബുക്കുകളൊന്നും വായിക്കത്തില്ല ഞാൻ. പണ്ടൊക്കെ പല ബുക്കുകൾ വായിക്കേണ്ട ആവശ്യമില്ല, അതിൽ കൂടുതൽ സംസാരിക്കുന്നൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഒത്തിരി മെസ്സേജുകൾ കേൾക്കേണ്ട ആവശ്യമില്ല, എന്നോട് ദൈവം നേരിട്ട് സംസാരിക്കുമല്ലോ. അതായത് പ്രാണപ്രിയൻ നേരിട്ട് സംസാരിക്കുന്നു, വേറൊരാളോട് പറഞ്ഞ് വായിക്കുന്നത് രണ്ടും രണ്ടല്ലേ. ആ ഒരു സ്നേഹത്തിലൂടെ നമ്മൾ കയറണം. ചില സമയത്ത് അതൊരു പ്രത്യേക അനുഗ്രഹമായിട്ട്, പക്ഷേ എപ്പം വേണമെങ്കിലും ചിലരെപ്പോഴും ആ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആ ഒരു ലെവലിലാക്കാൻ ദൈവത്തിന് കഴിയും. കർത്താവ് തന്ന ഉത്തരമാണ് ജെറമയ 31:23, 25, 28. അതിങ്ങനെയാണ് വായിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള. എഫ്രയീം എൻ്റെ വാത്സല്യപുത്രനോ, നമ്മുടെ മക്കളുടെ പേരിട്, ഭർത്താവിൻ്റെ പേരിട്. ആരുടെ പേരാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. ദൈവം വിരോധമായിട്ട് ചില പ്രവൃത്തി കാണുമ്പം സംസാരിക്കേണ്ടി വന്നാൽ ദൈവത്തിന് സങ്കടമാണെന്ന്. അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ദൈവം ഉരുകുന്നു. തെറ്റ് ചെയ്തത് മനുഷ്യരാ, പക്ഷെ ഉരുകുന്നത് ദൈവം. ഞാൻ അവനോട് കരുണ കാണിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മളെ സ്നേഹിക്കുന്നവർ എപ്പോഴാണ് നമ്മളെ തോൽപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ നമ്മളോട് തിരിച്ചു വല്ലതും പറയുമ്പോഴൊന്നുമല്ല, ടിറ്റ് ഫോർ ടാറ്റ് പോലെ രണ്ടെണ്ണം ഞാൻ അങ്ങോട്ട് പറഞ്ഞതിനെതിരെ തിരിച്ചു അല്ല. അവർ മൗനമായി പോകും, മിണ്ടാതെയായി പോകും, ഒന്നും മിണ്ടാനില്ല അവർക്ക്. ദാറ്റ് ഈസ് ടെറിബിൾ. അപ്പം മനുഷ്യൻ്റെ വായ, അതിപ്പോൾ ഈ ചൈനീസ് തിയറി അനുസരിച്ച് ഈ 2000 തൊട്ട് 2024 വരെ ദ ഇയർ ഓഫ് മൗത്ത് എന്നാണ് പറയുന്നത്. വായയുടെ ടൈമെന്ന്, അതായത് പറയുന്ന സമയം. പിശാച് നമ്മുടെ മക്കളുടെ വായ അടച്ചു വെച്ചിട്ട് മിണ്ടാതിരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. പിശാച് നമ്മുടെ ഭർത്താക്കന്മാരുടെ വായ അടച്ചിട്ട് ഒരു തരത്തിൽ വാതുറക്കാത്ത എത്ര പേര് ഇരിപ്പില്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? വചനം അറിയാമായിട്ടും പാട്ട് പാടാൻ കഴിവുണ്ടായിട്ടും ദൈവത്തിന് വേണ്ടി ഒരു പാട്ട് പോലും പാടാത്ത എത്രയോ പെൺമക്കളെ എനിക്കറിയാം. വായ അടച്ച് കളയുക. കർത്താവ് പറയുകയാണ്, ഞാൻ തന്ന താലന്ത് ഉപയോഗിക്കാതിരുന്ന എനിക്ക് സങ്കടമല്ലേ. എഫ്രയീമേ, നീ എൻ്റെ വാത്സല്യപുത്രനോ അല്ലെ പുത്രിയാകാം. ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെ അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ള അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന് യഹോവയോട്. ആരാ? നീ നല്ലതല്ലേലും ഞാൻ കരുണ കാണിക്കുന്നു. എവിടെ പറയുന്നു? 21 ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, വിശ്വാസത്യാഗിനിയായ മകളെ നീ എത്രത്തോളം ഉഴന്നു നടക്കും. യഹോവ ദേശത്തൊരു പുതുമ സൃഷ്ടിക്കുന്നു, സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. സ്ത്രീകൾ പുരുഷനെ ചുറ്റി പരിപാലിക്കുമെന്നാണ് വേദപുസ്തകം അടിസ്ഥാനം. കാരണം മനുഷ്യൻ്റെ വാരിയലിൽ നിന്നാണ് സ്ത്രീ എടുത്തത്. ഈ ദൈവം നിയോഗിച്ച പർപ്പസ് മാറ്റി വെച്ച് ഞാൻ അവരെക്കാട്ടിലും നല്ലതാണെന്ന് പറഞ്ഞ് നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിന് അഹങ്കാരം എന്നാണ് പറയുന്നത്. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. ദൈവം പറയുന്നത്, ഇസ്രായേൽ കന്യകയെ മടങ്ങി വാ, വിശ്വാസത്യാഗിനിയ മകളെ നീ എത്രത്തോളം ഇടന്ന് നടക്കും. യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു. ദൈവം അതായത് ബേത്തലഹേം എന്ന് പറഞ്ഞതുപോലെ യെരൂശലേമിൽ ഭക്ഷണമില്ലാത്തപ്പം അവിടെയുള്ള ജനതകൾ അവിടെ വിട്ടുപോയതുപോലെ സത്യദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ ഇല്ലാത്തപ്പം നമ്മുടെ മക്കൾ വിട്ടുപോയിട്ടുള്ളവരോട് ദൈവം പറയുന്നു, നീ എത്ര നാൾ വിശ്വാസത്യാഗത്തിൽ ജീവിക്കും, നീ ഇവിടെ തിരിച്ചു കടന്നു വാ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. പറയുകയാണ്. കർത്താവ് പലരുടെയും തലയിൽ ചെന്ന് കൊള്ളുന്നതാണ് കർത്താവ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ സ്ത്രീ പുരുഷനെ ചുറ്റി ഒന്ന് പരിപാലിക്കാം. അവിടെയാണ് ഒരു സ്ത്രീ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി എന്നാണ് വചനം പറയുന്നത്. വീട്ടിനകത്ത് നിന്നിട്ട് പടരണം. പുറത്തു പോയാലെന്നല്ല, വേറെ വീട്ടിനകത്തായിരിക്കണമെന്ന്.
ഒന്നും എത്രയോ ചെയ്യുന്ന സംരംഭങ്ങൾ നടത്തുന്ന ആളുണ്ട്. പക്ഷെ വേര് വീട്ടിനകത്ത്, ബ്രാഞ്ചസാണ് പുറത്ത് പോകുന്നത്. നമ്മൾ വേര് പുറത്തായാൽ തീർന്നില്ലേ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെന്നു, ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ അവർ ഇനിയും യഹൂദാദേശത്തും അവരുടെ പട്ടണങ്ങളിലും നീതി നിവാസമേ, വിശുദ്ധ പർവ്വതമേ, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. നമ്മൾ അങ്ങനെ തന്നെ പറയും. സാവ്യം വഴി പോയവരെല്ലാം വഴിയോരത്ത് കിടക്കുന്ന മക്കളുണ്ട്, വഴി തെറ്റിമാറിയവരുണ്ട്, തിരിച്ചു വരാൻ അറിയാൻ വയ്യാത്തവരുണ്ട്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നീ അവരെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു. അതിൽ യഹൂദയും അതിൻ്റെ സകല നഗരവാസികളും കൃഷിക്കാരും ആട്ടിൻകൂട്ടങ്ങളോടെ സഞ്ചരിച്ചിരിക്കുന്നവരും ഒരുപോലെ പാർക്കും. ഇണങ്ങിപ്പോയവരെല്ലാം ഒന്നിച്ചു വന്ന് ഒന്നിച്ച് പാർക്കാൻ ദൈവം വചനം അയക്കുക. ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും, വിശന്ന് ക്ഷീണിച്ചിരിക്കുന്നവനെ ഏവർക്കും ഞാൻ തൃപ്തി വരുന്നു. ഇത് തൃപ്തി വരുത്തുന്നത് ദൈവമാണ്. അപ്പം ദൈവം പിന്നെ ഒരു വാക്യം കൂടെ തന്നു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിനും യഹൂദ ഗൃഹത്തിനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും. ദൈവം വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. വിത്ത് നല്ല നിലത്ത് ദൈവം ഇടുമ്പോൾ എടുത്തുള്ളൂ. അഴുക്ക് സ്ഥലത്ത് ദൈവം എടുത്തിട്ട് നമ്മളാണ് അഴുക്ക് സ്ഥലത്ത് ഇടുന്നത്. അത് ഫുൾഫില്ലിംഗ് ആണ് ഇന്നത്തെ ദിവസം. അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും ജാഗരിച്ചതുപോലെ ഇന്ന് ഞാൻ പണിയാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അത് കഴിഞ്ഞിട്ട് 28 ജെറമയ 31:28 അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർക്ക് അന്നാളിൽ ഇനി പറയേണ്ട ആവശ്യമില്ല. അതാണ് പിതാക്കന്മാരുടെ ശാപം പുത്രന്മാരുടെ മക്കളുടെ തലമുറ ഇനി ചോദിക്കത്തില്ല. നീ ട്രംപറ്റ് കോൾ അയച്ചതിനാൽ ഞാൻ തന്നെ പണിയുകയും ഞാൻ തന്നെ നടുകയും ചെയ്യുമെന്ന് വാഗ്ദത്തം തന്നിരിക്കുന്നു. വാങ്ങിച്ചെടുക്ക ശുഭകരമായി പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ അഭ്യസിപ്പിക്കട്ടെ. തലമുറകൾ നാഥാ, നിൻ്റെ മുൻപിലേക്ക് തലമുറകളെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. വഴിയോരത്ത് ബുദ്ധിയില്ലാതെ കിടക്കുന്ന അനേക മക്കളുണ്ട്, പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ മുൻപിൽ വഴി തുറക്കാതെ കിടക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. കുടുംബജീവിതത്തിലേക്ക് കയറാൻ അവരുടെ കവനൻ പാർട്ട്നേഴ്സിന് അവർക്ക് യോജിച്ചതായ അവരുടെ ഇണകളെ കിട്ടാതെ വിഷമിക്കുന്നവർ എത്ര പേര്. എവിടെ പോയി ഇവരെല്ലാം? ദൈവത്തിൻ്റെ വെളിച്ചം അവിടെയായിട്ട് അയച്ചിട്ട് സമ്മുഖദൂതനെ, പ്രധാന ദൂതനെ, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൂതനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് കാര്യങ്ങൾ എത്രയും വേഗം ദ്രുതഗതിയിൽ കർത്താവെ അതിശയകരമായ വിധത്തിൽ ഡ്രമാറ്റിക് ചേഞ്ച് വരുന്ന പോലെ പെട്ടെന്ന് ചെയ്തെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനത് ചെയ്യുമ്പോൾ എത്രയും വേഗത്തിൽ ദൈവം അത് ചെയ്യുന്നത് കാണുമ്പോൾ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന ആത്മാവ് കൊണ്ട് കാണുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ഹൃദയം കൊണ്ട് നിരൂപിച്ചിട്ട് പോലെയില്ല. അത്ര മഹത്തരമായ പ്രവർത്തനം സ്വപ്നം കാണുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.